ഫേസ്ബുക്ക് ഉപയോക്താക്കൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ടാകും. എച്ച്മുക്കുട്ടി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ അവർ നേരിട്ട ചില തിക്തമായ ജീവിതാനുഭവങ്ങൾ പരമ്പരയായി അവർ കുറിച്ചിടുകയാണ്. എൻ്റെ രക്തവും മാംസവും നിങ്ങൾക്ക് വേണ്ടി എന്ന് കൊണ്ടാണ് അവർ അവരുടെ ഒരു പൂർവ്വകാല ജീവിതത്തെക്കുറിച്ചുള്ള വിശദീകരിക്കുന്നത്. വളരെ ഹൃദയാവർജകമായ ഭാഷയിൽ ആരെയും കരളലിയിപ്പിക്കുന്ന ചില അനുഭവങ്ങളാണ് അവർ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. അതിൽ അവർ വൈവാഹിക ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ നേരിടേണ്ടി വന്ന നിരവധി പ്രശ്നങ്ങൾ അവരതിൽ ഉന്നയിക്കുന്നുണ്ട്. ഒരു വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ നേരിടേണ്ടി വരുന്ന അവഗണന, ഒരു സ്ത്രീ എന്ന രീതിയിൽ അവർ നേരിടേണ്ടി വരുന്ന വൈകാരിക പ്രതിസന്ധികൾ, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ അവരതിലൂടെ തുറന്നു പറയുന്നുണ്ട്. അതിൽ പ്രമുഖരായ പലരും ആ പറയുന്ന വിവരണത്തിൽ കടന്നു വരുന്നുണ്ട്. കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് മുതൽ എഴുത്തുകാരി സാറ ജോസഫ് മുതൽ അങ്ങനെ നിരവധി പേർ അതിൽ വരുന്നുണ്ട്. അതിൽ കഥാനായകനായി ജോസഫ് എന്നൊരാളെയാണ് പറയുന്നത്. പക്ഷേ ജോസഫ് എന്ന് പറയുന്ന പേര് യഥാർത്ഥത്തിലുള്ള പേരല്ല എന്നും അത് അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ മാമോദിസ പേരാണെന്നും അവർ പറയുന്നുണ്ട്. അത് അവരുടെ മുൻ ഭർത്താവാണ് എന്നുകൂടി അവർ അതിൽ നിന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അത് ആരാണ് എന്നുള്ളത് വ്യക്തമായി അറിയാം. പക്ഷേ അവർ ആ പേര് ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്ക് ആ വ്യക്തിയെ പരാമർശിക്കുക സാധ്യമല്ല. പക്ഷേ വളരെ വളരെ ക്രൂരമായ ചില അനുഭവ സാക്ഷ്യങ്ങൾ അവർ അതിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഏത് സാഹചര്യത്തിലാണ്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ? അവർ നിരവധി കോളങ്ങൾ എഴുതുന്ന ആളാണ്, നിരവധി നോവലുകൾ എഴുതിയിട്ടുണ്ട്, കഥകൾ എഴുതിയിട്ടുണ്ട്. ഒരു അത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ലെങ്കിലും വായനാ സമൂഹത്തിനിടയിൽ വളരെ ചിരപരിചിതയായ ഒരു എഴുത്തുകാരിയാണ് എച്ച്മുക്കുട്ടി. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു തുറന്നു പറച്ചിലേക്ക് അവർ പോയതെന്ന് അവരാദ്യമായി ഒരു മാധ്യമത്തോട് തുറന്നു പറയുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി കൃപാ നാരായണനോട് അവർ സംസാരിച്ച വാക്കുകൾ. എച്ച്മുക്കുട്ടിയെ മലയാളികൾക്ക് പരിചയം എഴുത്തുകാരി എന്ന നിലയിലാണ്. എന്നാൽ ഇന്ന് അവർ അതിജീവനത്തിൻ്റെയും സഹനത്തിൻ്റെയും പര്യായമായ സ്ത്രീരൂപമായാണ് മലയാളികൾ കാണുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ അവർ എഴുതിയ തുറന്നെഴുത്ത് മലയാളികളെ ഒന്നാകെ ഞെട്ടിച്ച ഒരു കാര്യമാണ്. അത്തരത്തിലൊരു തുറന്നെഴുത്തിലുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അവർ തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു തുറന്നെഴുത്ത് സാധാരണ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവരിൽ തന്നെ ഒതുങ്ങാറാണ് പതിവ്. അവരുടെ വീട്ടിലുള്ളവർ പോലും ഒന്നും അറിയണമെന്നില്ല. അത്തരമൊരു ഘട്ടത്തിൽ ഇത്ര വർഷങ്ങൾക്ക് ശേഷം അത്രയും തീവ്രതയോടെ അത് അന്ന് അനുഭവിച്ച അതേ തീവ്രതയിൽ വായിക്കുന്നവരിലെത്തുന്ന രീതിയിൽ ആ അനുഭവങ്ങൾ ഇപ്പോൾ എഴുതാനുണ്ടായ ഒരു കാരണം എന്താണ്? അത് ഇപ്പോൾ എന്നുള്ളൊരു സമയത്തിനൊന്നും പ്രത്യേകിച്ച് പ്രസക്തിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഇത് എന്നെങ്കിലുമൊക്കെ എഴുതും എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. കാരണം ഇതൊരു ഫാൻറ്റസിയോ അല്ലെങ്കിൽ ഒരു കൽപ്പിത കഥയോ അതല്ലെങ്കിൽ ഞാൻ 2-3 ദിവസത്തെ ഉറക്കത്തിൽ കണ്ട സ്വപ്നമോ ഒന്നുമല്ല. ഞാൻ ഇതിനെ ഒരു കാലത്തും ഇത് ഫാൻറ്റസി ആയിരുന്നു, സ്വപ്നമായിരുന്നു, എൻ്റെ കഥയായിരുന്നു, ഭാവനയായിരുന്നു എന്നൊന്നും ഒരിക്കലും പറയില്ല. കാരണം നമ്മുടെ ചെറിയ കോടതികൾ മുതൽ വലിയ കോടതികൾ വരെ ഞാൻ അലഞ്ഞ് തിരിഞ്ഞ് കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കസ്റ്റഡി എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് നടത്തിയ ഒരു ജീവിതയാത്രയാണ് എൻ്റേത്. എൻ്റെ മകളെ വളർത്തിയെടുക്കാനുള്ളൊരു അവകാശം എനിക്ക് കിട്ടുക. എനിക്ക് പണമില്ല എന്നുള്ളതൊരു പ്രശ്നമായിരുന്നു. സ്ത്രീകളെ സംബന്ധിച്ച് പണമില്ലാതാവുക, സപ്പോർട്ടില്ലാതാവുക, അത്തരം കാര്യങ്ങൾ, ചീത്തപ്പേരുണ്ടാവുക, അത്തരം കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം അതോടുകൂടി അവസാനിച്ചു പോകുന്നു. അങ്ങനെ അവസാനിച്ചു പോകാതെ ഒരുപക്ഷെ ഇന്നും ആ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ എഴുത്തിലൂടെ ഞാൻ ചെയ്യുന്നത് ആ ഒരു സമരം തന്നെയാണ്. അപ്പം തന്നെ അത് എഴുതുമ്പോൾ തന്നെ ഒരുപാട് കപടമുഖങ്ങൾ പുറത്തു വരുന്ന ഉണ്ട്. അപ്പം മുൻ ഭർത്താവായ ആ വ്യക്തിയെക്കുറിച്ച് വരെ പുറമേ ഉള്ളവരുടെ ഇമേജ് അല്ല എന്നുള്ള പലർക്കും അങ്ങനെ തന്നെയാണ്. വീടുകളിലുള്ള ക്യാരക്ടർ ആയിരിക്കില്ല പുറം ലോകത്തുള്ള ക്യാരക്ടർ. അത്തരത്തിൽ കപടമുഖങ്ങൾ പുറത്തു വീഴുമ്പോൾ അത് പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊരു പേടി തോന്നിയായിരുന്നു. അപ്പോൾ ഒരു തരത്തിലും ഭീതിയില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും അത്തരമൊരു ആശങ്ക ഉണ്ടായിരുന്നു അത് എഴുതുമ്പോൾ അങ്ങനെ ആശങ്കയൊന്നും എനിക്ക് ഇല്ല. സത്യസന്ധമായിട്ടൊരു കാര്യം എഴുതുമ്പോൾ നമ്മൾ ഭീതിപ്പെടേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വേറൊരാൾ അനുഭവിച്ച ജീവിതം കേട്ടറിഞ്ഞെഴുതുകയല്ല. ഞാൻ അനുഭവിച്ച വേദന, ഞാൻ കൊണ്ട അടികൾ, ഞാൻ സഹിച്ച അപമാനം, ഞാൻ സഹിച്ച നിന്ദ, ഞാൻ എൻ്റെ ഒറ്റപ്പെടൽ, ഇതൊക്കെ എഴുതുമ്പോൾ ഞാൻ ആരെയെ പേടിക്കണ്ടേ? ആ ഒരു കാലഘട്ടത്തിൽ ഒറ്റയ്ക്കായിരുന്നു ആ പോരാട്ടം നടത്തിയിരുന്നത്. ഏകയായിരുന്നു. ഒരുപാട് സഹായങ്ങൾ പലയിടത്തു നിന്ന് വരുന്നുണ്ടെങ്കിൽ പോലും പലയിടങ്ങളിൽ ഒറ്റയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത, എന്നാൽ അതിൻ്റെ പിന്നാലെ പോവേണ്ട സാഹചര്യമായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ തരണം ചെയ്ത് എങ്ങനെയായിരുന്നു എന്ന് ഓർക്കാൻ അതൊക്കെ തരണം ചെയ്തത് എന്ന് പറഞ്ഞാൽ
നമ്മൾ നമ്മൾ ഗതികേടിൻ്റെ പരകോടിയിലെത്തും. ഗതികേടിൻ്റെ പരകോടിയിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നമ്മളത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും, നമ്മളെങ്ങനെ പുറകോട്ട് നടക്കും, വശങ്ങളിലേക്ക് നടക്കും എന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മുടെ മുമ്പിൽ സംഭവം ആ ഗതികേട് നിവർത്തിക്കണം എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ നേരിട്ട് ആ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ നമ്മൾ ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, നിയമങ്ങളെല്ലാം പുരുഷനുണ്ടാക്കിയതാണ്, നിയമങ്ങളെല്ലാം നടപ്പിലാക്കുന്നത് പുരുഷന്മാരാണ്, നിയമങ്ങളെല്ലാം വ്യാഖ്യാനിക്കുന്നത് പുരുഷന്മാരാണ്. അപ്പോൾ അവരുടെ കൺസെപ്റ്റിലുള്ള സ്ത്രീ അല്ലെങ്കിൽ, അതായത് പുരുഷൻ്റെ നോർമൽ കൺസെപ്റ്റിലുള്ള സ്ത്രീ അല്ലെങ്കിൽ ആ നിയമങ്ങൾ നമുക്ക് പ്രയോജനപ്പെടില്ല. അപ്പം തന്നെ അതിലെഴുതുമ്പം ഒരുപാട് ബിംബങ്ങൾ, മലയാളികൾ സാംസ്കാരിക ലോകം ബിംബങ്ങളായി കാണുന്ന ഒരുപാട് പേരുകൾ പറയുന്നുണ്ട്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് തൊട്ട് ഡി വിനയചന്ദ്രൻ ഉൾപ്പെടെ ഒരുപാട് പേരുകൾ പറയുന്നുണ്ട്. അത്തരം ബിംബങ്ങൾ ഉടഞ്ഞു പോകുമ്പോൾ ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും അത് ബിംബങ്ങളായി നിൽക്കുന്നവരാണ്, ഉടഞ്ഞു പോകുന്നു. അതിനോട് എങ്ങനെയാണുള്ളൊരു പ്രതികരണം? ഞാൻ ആ ബിംബങ്ങൾ ഉടയാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഈ ബിംബങ്ങൾക്കെതിരെ സംസാരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമാണ്. അപ്പോൾ എന്തിനാ അതിനൊക്കെ പോണത് എന്ന് എല്ലാവരും അങ്ങനെ വിചാരിക്കും. പിന്നെ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഞാൻ കഥയിൽ പറയുന്ന ജോസഫിൻ്റെ പൂർണ്ണ സുഹൃത്താണ്, എപ്പോഴും സുഹൃത്താണ്, എന്നും എന്നോട് ആ നിലയിൽ ആണ് നിന്നിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്. ഐ കനോട്ട് ബി യുവർ ഫ്രണ്ട്. അപ്പോൾ എനിക്ക് ബാലേന്ദ്രനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടും എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ ബാലേന്ദ്രൻ കാര്യങ്ങളെ, ശരിയാണ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് സൗകര്യമാകാവുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ എന്താ പറയുന്നത് ആ ഒരു അവസ്ഥ മോശപ്പെടാതെ ആകാവുന്ന വിധത്തിലൊക്കെ തന്നെയാണ് ബാലേന്ദ്രൻ കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോയതും ശരിയാക്കിയതുമൊക്കെ. പക്ഷേ എന്നാൽ പോലും പൂർണ്ണമായിട്ടും സത്യം മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ബാലേന്ദ്രൻ. അത് മാത്രമല്ല, അങ്ങനെ ഒരു വ്യക്തിയാണ് എന്നുള്ളത് മാത്രമല്ല, എന്നും ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾ 3 പേർക്കും, ഞങ്ങൾ 3 സഹോദരിമാരാണ്, ഞങ്ങൾ 3 പേർക്കും എന്നും ഒരു ജ്യേഷ്ഠൻ്റെ വാത്സല്യം ബാലേന്ദ്രൻ തന്നിട്ടുണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ട്. അത് എന്നും ഒരു ജ്യേഷ്ഠൻ്റെ വാത്സല്യം ബാലേന്ദ്രൻ തന്നിട്ടുണ്ട്. ആരും കൊതിക്കുന്നൊരു സുഹൃത്തായിട്ടാണ് ബാലേന്ദ്രനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്കതുകൊണ്ട് കുറെ കൂടി എന്നോട് ന്യായം പ്രവർത്തിക്കാമായിരുന്നു എന്നൊക്കെ ചിലപ്പോഴുമൊക്കെ എനിക്ക് തോന്നിയാൽ പോലും എനിക്ക് ബാലേന്ദ്രനോട് ആത്യന്തികമായിട്ട് എനിക്ക് പരിഭവമോ പിണക്കമോ ഒന്നും തന്നെയില്ല. എനിക്ക് തന്റെ ജീവിതത്തിൽ വളരെ മുമ്പ് കടന്നുപോയ ഗാർഹിക പീഡനത്തിന്റെയും മാനസികവും വൈകാരികവുമായ പീഡനത്തിന്റെയും കഥകളാണ് ഫേസ്ബുക്കിൽ യശ്മുകുട്ടി കുറിച്ചിട്ടുള്ളത്. അതിൽ പലരും ഇന്നും ജീവിച്ചിരിക്കുന്നവരാണ്, ചിലരൊക്കെ മരിച്ചുപോയവരുമാണ്. ഡി വിനയേന്ദ്രൻ, കവി അയ്യപ്പൻ തുടങ്ങിയവർ മരിച്ചുപോയി കഴിഞ്ഞിരിക്കുന്നു. ഇവരുടെ വിവരണത്തിലെ നായക കഥാപാത്രമായി വരുന്ന ജോസഫ് എന്നയാൾ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു കവിയാണ് എന്ന് അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ, ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ വരുന്ന കമൻറ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. പക്ഷേ ഇവരെ ആരെയും കുറ്റവിചാരണ ചെയ്യാനോ ഇവരെ നിയമ നടപടികൾക്ക് മുമ്പിൽ കൊണ്ടുവരാനോ ഇവർ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ യശ്മുകുട്ടിയും അവരുടെ മകളുമെല്ലാം ഇന്ന് വളരെ സമാധാനപൂർണ്ണമായ ജീവിതം നയിക്കുന്നു. പക്ഷേ തൻ്റെ ഭൂതകാലത്തിൽ താൻ കടന്നുപോയ വൈകാരിക പരിസരത്തെ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ പകർത്തിവെക്കുക മാത്രമാണ് ഫേസ്ബുക്കിൽ ചെയ്യുന്നത് എന്നാണ് യശ്മുകുട്ടി പറഞ്ഞത്. മറ്റൊരു തരത്തിലുള്ള കുറ്റവിചാരണയും താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും യശ്മുകുട്ടി മീഡിയ വണ്ണോട് പറഞ്ഞു.